എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ ഒരു സാദര നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6 മുതലുള്ള നാമങ്ങളാണ്. 6ാമത്തെ നാമം വദനസ്മരമാംഗല്യഗൃഹ തോരണചില്ലിക വക്ത്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന. വദന സ്മര മാംഗല്യ ഗൃഹ തോരണ ചില്ലിക, ഇങ്ങനെയാണ് ഈ വരികൾ പിരിക്കേണ്ടത്. വദന സ്മര മാംഗല്യ ഗൃഹ തോരണ ചില്ലിക. ചില്ലിക എന്ന് പറഞ്ഞാൽ അമ്മയുടെ പുരികക്കൊടികൾ, പുരികങ്ങൾ. കാമദേവൻ്റെ വിവാഹ മണ്ഡപം അലങ്കരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കാമദേവൻ്റെ വിവാഹ മണ്ഡപം പോലെയുള്ള സുന്ദരമായ ആ മംഗളഭവനത്തിൻ്റെ പ്രവേശന കവാടം അലങ്കരിക്കുന്ന കമാനം പോലെയുള്ള, അല്ലെങ്കിൽ ആ ഗൃഹത്തെ അലങ്കരിച്ചിരിക്കുന്ന തോരണം പോലെ അമ്മയുടെ പുരികക്കൊടികൾ വിളങ്ങുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. വിവാഹ മണ്ഡപത്തിൽ ഈ തോരണം തൂക്കിയിരിക്കുന്നത് പോലെ, കാമദേവൻ്റെ മുഖമാവുന്ന കല്യാണ മണ്ഡപത്തിലെ തോരണം പോലെ അമ്മയുടെ പുരികക്കൊടികൾ തിളങ്ങുന്നു. അടുത്തത് വക്ത്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന. വക്ത്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന. വക്ത്രലക്ഷ്മി പരീവാഹ ചലൻ മീന ആഭലോചന. വക്ത്രം എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുഖം, വക്ത്രലക്ഷ്മി എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ സൗന്ദര്യം, പരീവാഹം എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, ചലൻ മീനാഭലോചന മീൻ പോലെയുള്ള കണ്ണുകൾ, ചലിക്കുന്ന, എപ്പോഴും ചലിക്കുന്ന മീൻ പോലെയുള്ള കണ്ണുകളുള്ളവൾ. അതായത് അമ്മയുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തെ പ്രവാഹത്തിൽ, മുഖസൗന്ദര്യത്തിൻ്റെ പ്രവാഹത്തിൽ തിളങ്ങുന്ന അല്ലെങ്കിൽ പിടയ്ക്കുന്ന മീൻ പോലെയുള്ള കണ്ണുകൾ ഉള്ളവൾ. 7ാമത്തെ നാമം നവചമ്പക പുഷ്പ ആഭ നാസാദണ്ഡ വിരാജിത. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത. നവചമ്പകം, അതായത് പുതിയ ചെമ്പകപ്പൂ പോലെ, ആ ചെമ്പകപ്പൂവിൻ്റെ ആഭ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ കാന്തി പോലെ. നാസാദണ്ഡ വിരാജിത, നീണ്ട മൂക്ക് കൊണ്ട് ശോഭിക്കുന്നവൾ, ചെമ്പകപ്പൂ പോലെ നീണ്ട മൂക്കുള്ളവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് 8ാമത്തെ നാമമാണ് കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തപനോട് ഉപമണ്ഡല. കദംബ മഞ്ജരി, കദംബ മഞ്ജരി ക്ലിപ്തകർണപൂര മനോഹര. കദംബം എന്ന് പറഞ്ഞാൽ കടമ്പ് വൃക്ഷം അല്ലെങ്കിൽ കടമ്പ്. മഞ്ജരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂക്കുല. കദംബ മഞ്ജരി, കടമ്പിൻ്റെ പൂക്കുല. ക്ലിപ്തമായി ക്ലിപ്തമായി എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചത്. കദംബ മഞ്ജരി ക്ലിപ്ത, കടമ്പിൻ്റെ പൂക്കുലകൾ കൊണ്ട് നിർമ്മിച്ച. കർണപൂരം, അതായത് കർണാഭരണം, കടമ്പിൻ്റെ പൂക്കുലയാൽ നിർമ്മിച്ച കർണാഭരണങ്ങൾ കൊണ്ട് മനോഹരിയായവൾ. ഇതാണ് ആ വരികളുടെ അർത്ഥം. താടങ്ക യുഗളീഭൂത തപനോടുപ മണ്ഡല. താടങ്കം എന്ന് പറഞ്ഞാൽ കർണാഭരണം, അതും അമ്മ ചെവിയിൽ ധരിക്കുന്ന ആഭരണമാണ്. യുഗളം എന്ന് വെച്ചാൽ രണ്ട് ആഭരണം, 2 ചെവികളിലും ധരിക്കുന്ന ആഭരണം. അത് ഏതൊക്കെയാണ്? തപനൻ, സൂര്യൻ. ഉഡു എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്. ഉടുപ്പൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ പതിയായവൻ, അതായത് ചന്ദ്രൻ. അമ്മ സൂര്യനെയും ചന്ദ്രനെയും തൻ്റെ കർണാഭരണങ്ങളായി ധരിച്ചിരിക്കുന്നു എന്നതാണ് ഈ വരികളുടെ അർത്ഥം. താടങ്കയുഗളീഭൂത തപന ഉടുപ മണ്ഡല. തപനനെയും ഉടുപ്പനെയും തൻ്റെ ചെവികളിൽ 2 കർണാഭരണങ്ങളായി അമ്മ അണിഞ്ഞിരിക്കുന്നു. അതാണ് ആ വരികളുടെ അർത്ഥം. താടങ്ക യുഗളീഭൂത
തപനോടുപമണ്ഡല. തപനോടുപമണ്ഡല. അടുത്ത 9ാമത്തെ നാമം പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂ നവവിദ്രുമബിംബശ്രീൻ ന്യക്കാരി രതനച്ഛദ. പത്മരാഗ ശിലാ ആദർശ. ശിലാദർശ പരിഭാവി കപോലഭൂ. പരിഭാവി കപോലഭൂ. പത്മരാഗം എന്ന് പറഞ്ഞാൽ പത്മരാഗം ഒരുതരം രത്നക്കല്ലാണല്ലോ. പത്മരാഗ ശില, ആ പത്മരാഗത്തിൻ്റെ കല്ല്. ശില ആദർശ. ശിലാദർശം എന്ന് പറഞ്ഞാൽ ആ കല്ലിൻ്റെ കണ്ണാടി. ആ ശിലാദർശ അല്ലെങ്കിൽ ശിലാദർശ പരിഭാവി കപോലഭൂ. പരിഭാവി എന്ന് പറഞ്ഞാൽ ആ കൽക്കണ്ണാടിയെയും വെല്ലുന്ന കപോലമുള്ളവൾ. കപോലം എന്ന് പറഞ്ഞാൽ കവിൾ. കപോലഭൂ എന്ന് പറഞ്ഞാൽ കവിൾത്തടം. ആ പത്മരാഗ കല്ലുകൊണ്ടുള്ള കണ്ണാടിയെ പോലും വെല്ലുന്ന മനോഹരമായ കവിൾത്തടങ്ങളുള്ളവൾ എന്നാണ് ഈ വരിയുടെ അർത്ഥം. പത്മരാഗത്തിൻ്റെ നിറം ചുവപ്പാണല്ലോ. അപ്പം അമ്മയുടെ നിറം, അമ്മയ്ക്ക് എല്ലാം ചുവപ്പ് നിറമാണ്. എല്ലാ ആഭരണമായാലും വസ്ത്രമായാലും ഒക്കെ നമ്മളിത് കാണുന്നുണ്ടല്ലോ. അപ്പം ആ രജോ ഗുണത്തിൻ്റെ ഒരു നിറവും കൂടിയാണ് ഈ പത്മരാഗത്തിൻ്റെ ചുവപ്പ് നിറം എന്ന് പറയും. അപ്പം പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂ എന്ന് പറഞ്ഞാൽ പത്മരാഗക്കല്ലുകൊണ്ട് നിർമ്മിച്ച കണ്ണാടിയെ വെല്ലുന്ന കവിൾത്തടം, അത്രമാത്രം ശോഭയുള്ള കവിൾത്തടമുള്ളവൾ. അടുത്തത് നവവിദ്രുമബിംബശ്രീ ന്യക്കാരി രതനച്ഛദ. ഈ ഒരു വാക്കെപ്പോഴും എല്ലാവരും തെറ്റിക്കുന്നതാണ്. ന്യക്കാരി, ന്യക്കാരി എന്ന് തന്നെ ഉച്ചരിക്കണേ. നവവിദ്രുമ ബിംബശ്രീ ന്യക്കാരി രതനച്ഛദ. നവം എന്ന് വെച്ചാൽ പുതിയതായിട്ടുള്ള, വിദ്രുമം എന്ന് പറഞ്ഞാൽ പവിഴം, ബിംബം ശ്രീ അതായത് തൊണ്ടിപ്പഴത്തിൻ്റെ സൗന്ദര്യം പോലെ. ന്യക്കാരി എന്ന് പറഞ്ഞാൽ അതിനെ കീഴ്പ്പെടുത്തുന്ന. രതനം അമ്മയുടെ പല്ലുകൾ. ആ രതനത്തെ ഛദം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രതനത്തെ ഛദം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ പല്ലിനെ മറയ്ക്കുന്ന. പല്ലിനെ മറയ്ക്കുന്നത് എന്താണ്? നമ്മുടെ ചുണ്ടുകളാണ്. അതിനെയാണ് രതനച്ഛദം എന്ന് പറയുന്നത്. രതനച്ഛദം എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ. അപ്പം അമ്മയുടെ ചുണ്ടിൻ്റെ സൗന്ദര്യമാണ് ഈ പറയുന്നത്. പുതിയ പവിഴവും തൊണ്ടിപ്പഴവും ഒക്കെ തോൽക്കുന്ന സൗന്ദര്യമുള്ള ചുണ്ടുകളുള്ളവൾ. അതാണ് ആ വരിയുടെ അർത്ഥം. അടുത്തത് 10ാമത്തെ നാമമായ ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല. ശുദ്ധവിദ്യ അങ്കുര ആകാര ദ്വിജ പംക്തി ദ്വയോജ്വല. ശുദ്ധവിദ്യ എന്ന് പറഞ്ഞാൽ ശ്രീവിദ്യ, ശ്രീവിദ്യാമന്ത്രം. അങ്കുരം എന്ന് പറഞ്ഞാൽ മുള പൊട്ടിയിട്ടുള്ള അതിൻ്റെ മുളകൾ. ആകാരം രൂപം. ദ്വിജം എന്ന് പറഞ്ഞാൽ പല്ല് എന്നാണ് അർത്ഥം. ദ്വിജം പല്ല്. പംക്തി എന്ന് പറഞ്ഞാൽ നിര. ദ്വയം 2. അപ്പം 2 നിരകളിലായി അമ്മയുടെ 32 പല്ലുകളെയാണ് വർണ്ണിക്കുന്നത്. ആ പല്ലുകൾ എന്ന് പറയുന്നത് അമ്മയുടെ നമ്മുടെയൊക്കെ മൂലാധാരത്തിൽ ബീജരൂപമായി സ്ഥിതി ചെയ്യുന്ന ഷോഡശാക്ഷരി വിദ്യയായ അല്ലെങ്കിൽ ശുദ്ധവിദ്യ, ശ്രീവിദ്യ എന്നൊക്കെ പറയുന്ന ആ ബീജരൂപങ്ങളായ 16 അക്ഷരങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ 16 അക്ഷരങ്ങളാണ് അമ്മയുടെ പല്ലുകളായിട്ട് ഭവിച്ചിരിക്കുന്നത് എന്നാണ് ഈ നാമത്തിൽ പറയുന്നത്. ശുദ്ധവിദ്യ അങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല. ഈ ഷോഡശി മന്ത്രം, മഹാഷോഡശി മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണത്. അത് ആ മന്ത്രങ്ങൾ ഇത് പറയുന്നുണ്ട്. അത് ഒരു പ്രഭാഷണമൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊരു കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ 16 അക്ഷരങ്ങൾ, അതായത് 16 ശുദ്ധവിദ്യാ മന്ത്രം അല്ലെങ്കിൽ ശ്രീവിദ്യാ മന്ത്രങ്ങളായിട്ടുള്ള 32 അക്ഷരങ്ങളായിട്ടാണ് അമ്മയുടെ പല്ലിനെ ഉപമിച്ചിരിക്കുന്നത്. ശുദ്ധവിദ്യ അങ്കുര ആകാര ദ്വിജപംക്തി ദ്വയോജ്വല.